എന്റെ ജീവിതം ഇങ്ങനെ മാറി മറിയുമെന്ന് ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്തു നല്ലതായിരുന്നു. നല്ല ഒരു ഭർത്താവ്, ഓമന 2 മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഗൈനി, ഗുഡ്ക, പുകയില, ചാൻ പരാഗ് ഇവ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. അതെ. പരസ്യം കഴിഞ്ഞ് ബാക്കി പറ. അതായത് എന്റെ അപ്പന് ചിറ്റപ്പൻ ബ്ലേഡും. അപ്പം ചിറ്റപ്പനടുത്ത് ഷേവിംഗ് സെറ്റിനകത്ത് കയറ്റിട്ടാണോ അച്ഛൻ ചിറ്റപ്പൻ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ പലിശക്കാരനായിരുന്നു. പിന്നെ മൂലമറ്റമൊക്കെ ഒന്ന് കാണണോ? അതൊക്കെ നീ എങ്ങനെ പോയി കണ്ടു? അല്ലടാ, മൂലമറ്റത്തെ വലിയ പുള്ളിയാന്ന് പുള്ളി. യവനാ എന്നെ ഒറ്റ കൊടുത്തതാ. അപ്പന് ബാർബർ ഷോപ്പാണല്ലോ. അപ്പന്റെ വഴിയെ തന്നെ ഞാൻ നടക്കണമെന്ന അപ്പന്റെ ആഗ്രഹം. അന്ന് വീട് പോലും ഇല്ലടാ. വീട് പോലും ഇല്ലാതെ നടക്കാൻ വഴി മാത്രം ഉണ്ടാക്കിട്ട് എന്തോ എടുക്കാനാ? അതാന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിലിന്റെ കൂടെ നടക്കണമെന്ന് അങ്ങനെ പറഞ്ഞതാണ്. എന്റെ അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ? ആലകളെയും തെളിച്ചുകൊണ്ട്. എങ്ങനുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെന്താ അതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. പേരെന്തുവാ? രാഘവൻ മേസ്ത്രി. ഇയാളുടെ പേര് പറയാനല്ല, ചെറുക്കന്റെ പേരെന്തുവാന്ന്? കണ്ണൻ. കണ്ണൻ. വയസ്സായതാണോ? എന്റെ അച്ഛനല്ല അഡ്മിഷൻ, എന്റെ മോനാ. 5 വയസ്സായതാണോന്നാ ചോദിച്ചേ? 5 വയസ്സ് കഴിഞ്ഞു. 5 വയസ്സ് കഴിഞ്ഞാ വീട്ടുപേരെന്തുവാ? ചക്കിറ്റ പഠിച്ചത്. വേറെ വീട്ടുപേര് ഉണ്ടോ? വേറെ ഉണ്ട്, അത് അപ്പുറത്തെ വീട്ടുകാർ ഇട്ടേക്കുവാ. എന്നാ ഹെഡ് മാസ്റ്റർ വന്നിട്ട് അത് പൂരിപ്പിച്ചോളൂ. അടയാളം എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ഇവിടെ നേരെ ഇറങ്ങുമ്പോ ഒരു കലിങ്ങിന്റെ അപ്പുറത്ത് ഷാപ്പ്, ഷാപ്പിന്റെ അപ്പുറത്ത് പള്ളി. ഇയാൾ ഏത് അടയാളത്തിന്റെ കാര്യമാണ് പറഞ്ഞത്? വീട്ടിലോട്ട് വരാനല്ലയോ? ഇയാൾ അടുക്കളയിലോട്ട് പോകുന്ന അടയാളമല്ല ഞാൻ പറഞ്ഞത്. ദേഹത്തുള്ള എന്തെങ്കിലും അടയാളം പറഞ്ഞു തരാന്. ഇങ്ങോട്ട് നോക്കി. വണ്ടി ഇടിച്ച പാട്. ഇയാളെ വണ്ടി ഇടിച്ച പാട് കാണാനല്ലേ ആയിരിക്കുന്നത്? പിന്നെ എടോ, ചെറുക്കന്റെ ദേഹത്ത് വല്ല പാടോ മറുകോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനാ പറഞ്ഞത്. ഇവിടെ ഒരു മറുകുണ്ടോ ചെള്ളക്ക്? പിന്നെ നെറ്റി അവന്റെ കൂട്ടുകാരൻ എറിഞ്ഞ് പറഞ്ഞു വെച്ചേക്കോ. ആ പാടുണ്ട്. മറുകും പാടും. ഞാനും പാടും. വീട്ടിൽ പോയി പാടിയാ മതി. ഞാൻ രണ്ടും കൽപ്പിച്ചൊരു കീച്ച് കീച്ചാലോ? എന്തായാലും കീച്ചോപ്പാ, നീ കീച്ച്. നിന്നെ കാണാ കൊട്ടോ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നു. നിന്നെ കാണാ പാപ്പ മഗ മഗമ പാപ്പ മഗ മഗമ പാപ്പ പനീസ പാമ കനക നിലാവേ തുയിലുണരൂ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നു. കുഞ്ഞിപ്പെണ്ണെ കുക്കു കുക്കു കുഞ്ഞിപ്പെണ്ണെ നിന്നെ കേട്ടാൻ വന്നില്ലാരൂ. അത് ശരി. എന്നിട്ട് എന്തുവാ? ഞാൻ 4ാമത്തെ മോനാ. നിങ്ങൾ 4ാമത്തെ മോനാ? അച്ഛൻ മരിച്ചതിന് ശേഷം മൂത്ത മോനായി എനിക്കായി ഉത്തരവാദിത്വം മൊത്തം. മൂത്ത മോൻ നിങ്ങളല്ലയോ? അല്ലത് കണക്ക് കറക്റ്റ് അല്ലല്ലോ. നിങ്ങൾ 4ാമത്തെ മോനല്ലയോ? പിന്നെ എങ്ങനെ മൂത്ത മോനായത്? എനിക്ക് മൂത്തവര് 3 വിദ്യാഭ്യാസം ഉള്ളവരാ. ശരി. എനിക്കന്ന് അത്രയും വിദ്യാഭ്യാസം ഇല്ല. അതുകൊണ്ട് യവന്മാര് പറഞ്ഞേട്ടാ 4 വലുതെന്നും പറഞ്ഞ് എന്നെ കയറി അങ്ങ് മൂപ്പിച്ചു. അങ്ങനെ മൂത്ത് കയറി പിടിച്ചതാ. ഉത്തരവാദിത്വം മൊത്തം എന്റെ തോളയിലായി. തോളയല്ല, തലയിലായി. അങ്ങനെ പറയുന്നത്. എനിക്ക് തലവേദന ഉള്ളതുകൊണ്ട് അവിടെ പറ്റത്തില്ല. തോളയിലായി. അത് ശരി. എന്നിട്ട് എന്തുവാ? കുറച്ചു മുമ്പ് വരെ ഇത് ഹോസ്പിറ്റലായിരുന്നു, ഇപ്പൊ ഇത് ചന്തയായി. തന്റെ പെണ്ണുപിള്ളെ പ്രസവിക്കാൻ കൊണ്ടുവന്നിട്ട് ആളെവിടെ? ഇന്നലെ ഞാൻ ഇവിടെ കൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കയറ്റിയതല്ലേ? ഇനി ഞാൻ പ്രസവിപ്പിക്കാൻ ആളെ കൊണ്ടുവരണോ? ആരെയെ കൊണ്ടുവന്നാ പോരെ? എന്തോ ഒരു കഷ്ടമാന്ന് പറഞ്ഞ. തന്റെ പെണ്ണുപിള്ളയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. പിന്നെ അവർക്ക് O പോസിറ്റീവ് ബ്ലഡ് വേണം. അതിന് ആളെവിടെ? അയ്യോ, അതിനല്ലേ സിറ്ററേ. ഞാൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ ഇങ്ങോട്ട് വിട്ടത്. അയ്യോ, തന്റെ സുഹൃത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പും തന്റെ ഭാര്യയുടെ ബ്ലഡ് ഗ്രൂപ്പും തമ്മിൽ മാച്ചല്ല. എന്തുകൊണ്ട് മാച്ചല്ല? തന്റെ സുഹൃത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണ്. തന്റെ ഭാര്യയ്ക്ക് വേണ്ടത് O പോസിറ്റീവ് ആണ്. എങ്ങനെ മാച്ചാവും? സിസ്റ്റർ ഒന്ന് സഹകരിച്ച് നമുക്ക് ക്ലിയർ ആക്കാവുന്ന കേസേ ഉള്ളൂ. എന്തോന്ന്? എന്റെ ഭാര്യയ്ക്ക് O പോസിറ്റീവ് ബ്ലഡിലേ വേണ്ടത്. എന്റെ സുഹൃത്തിന്റെ O നെഗറ്റീവ്. ഈ നെഗറ്റീവ് ഒരു വരിയിട്ടങ്ങ് പോസിറ്റീവ് ആക്കിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ സാർ. അയ്യോ, ഇതൊക്കെ പോസിറ്റീവായി ചിന്തിക്കൂ സിസ്റ്റർ, പോസിറ്റീവായി ചിന്തിക്കൂ.